പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. എട്ടാം ശമ്പള കമ്മീഷൻ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലും അലവൻസുകളിലും മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്നതിന് മുമ്പ് ശമ്പള അലവൻസ് ഡാറ്റ സമർപ്പിക്കാൻ മന്ത്രാലയങ്ങളോടും സർക്കാർ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശമ്പള കമ്മീഷൻ. വൈകാതെ തന്നെ ഡിയുടെ കാര്യത്തിലും ശമ്പളത്തിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എട്ടാം ശമ്പള കമ്മീഷൻ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലും അലവൻസുകളിലും മാറ്റം ശുപാർശ ചെയ്യുന്നതിന് മുമ്പ് സർക്കാർ ഇതിനകം എത്രമാത്രം ചിലവഴിക്കുന്നുണ്ടെന്ന വ്യക്തമായ ഒരു ചിത്രം നേടേണ്ടതുണ്ട്. അത് സാധ്യമാക്കുന്നതിന് കമ്മീഷന്റെ ഓൺലൈൻ ഡാറ്റ പോർട്ടൽ വഴി വിശദമായ ശമ്പള അലവൻസ് ഡാറ്റ സമർപ്പിക്കാൻ മന്ത്രാലയങ്ങളോടും സർക്കാർ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എട്ടാം ശമ്പള കമ്മീഷന്റെ അപ്ഡേറ്റുകൾ പതിവായി പങ്കിടുന്ന പോർട്ടൽ വ്യക്തമാക്കുകയാണ്. ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് കമ്മീഷൻ നിശ്ചയിച്ച സമയപരിധി 2026 ജൂൺ 30 പോർട്ടലിൽ പരാമർശിക്കുന്നത്. നൂറുകണക്കിന് സർക്കാർ ഓഫീസുകളും വലിയൊരു തുക സാമ്പത്തിക ഡാറ്റയും ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും സമയപരിധി പാലിക്കാൻ കഴിയുമോ അതോ കമ്മീഷൻ കൂടുതൽ സമയം അനുവദിക്കാൻ തീരുമാനിക്കുമെന്നോ കണ്ടറിയണം. എല്ലാ വിവരങ്ങളും ഓൺലൈൻ ഡാറ്റ പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്യണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഫ്ലൈൻ രീതിയിൽ സമർപ്പിക്കുന്നത് ഒഴിവാക്കിയിരിക്കുന്നു. ഇതിനർത്ഥം മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും ഭൗതിക ഫയലുകൾ, എക്സൽ ഷീറ്റുകൾ, അച്ചടിച്ച രേഖകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഇമെയിൽ വഴി അയക്കാൻ കഴിയില്ല എന്നാണ്. ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ഡാറ്റ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കമ്മീഷന്റെ ശുപാർശകൾ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഏക ഡിജിറ്റൽ ഡാറ്റാബേസ് സൃഷ്ടിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലെ വിശദമായ ചെലവ് കണക്കുകൾ നൽകാൻ കമ്മീഷൻ മന്ത്രാലയങ്ങളോടും വകുപ്പുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2022-23 സാമ്പത്തിക വർഷം, 23-24 സാമ്പത്തിക വർഷം, 24-25 സാമ്പത്തിക വർഷം എന്നിവിടങ്ങളിലേക്കുള്ള വിവരങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലെവൽ 1 മുതൽ ലെവൽ 18 വരെയുള്ള എല്ലാ പേമെട്രിക് ലെവലുകളിലും ശമ്പളത്തിനും വിവിധ തരം അലവൻസുകൾക്കും എത്രമാത്രം ചിലവഴിച്ചുവെന്ന് ഡാറ്റ കാണിക്കണം. അടിസ്ഥാന ശമ്പളം മാത്രമല്ല കമ്മീഷൻ പരിഗണിക്കുന്നത്. വ്യത്യസ്ത തലങ്ങളിലുള്ള ചെലവുകളുടെ പൂർണ്ണമായ വിഭജനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വൈകാതെ തന്നെ ഡിയുടെ കാര്യത്തിലും ശമ്പളത്തിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.